നിങ്ങൾക്കറിയാമോയെന്ന് എനിക്കും അറിയത്തില്ല, എനിക്കറിയാമെന്ന് നിങ്ങൾക്കും അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മളിവിടെ വന്നതിന് ശേഷം നമ്മുടെ ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ് ആയതുകൊണ്ട് ഈ സ്മെല്ലിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് എല്ലാ സാധനങ്ങളും നമ്മൾ കുക്കറിൽ ഉണ്ടാക്കാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബിരിയാണിയാണ്. ഇതിന് മുന്നേ നമ്മൾ ബീഫ്, അതേപോലെ സാമ്പാർ, എല്ലാ സാധനങ്ങളും നമുക്ക് കുക്കറിൽ ഉണ്ടാക്കാമെന്ന് ഇപ്പോഴാണ് പഠിച്ചു വരുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ബട്ടർ ഇട്ടിട്ട് അതിൻ്റെ സ്പൈസസ് അങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കണം. മെയിനായിട്ട് ഈ സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റിൽ സ്മെല്ല് വരാതിരിക്കാനുള്ള ബെസ്റ്റ് ഐഡിയ എന്ന് പറയുന്നത് ഈ മസാല ഓപ്പണായിട്ട് കുക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ചിക്കനൊക്കെ മസാല വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതേപോലെ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വാട്ടുന്ന സമയത്ത് മെയിനായിട്ട് മസാല ഇട്ട് വഴറ്റുമ്പോഴാണ് മെയിനായിട്ട് ഈ സ്മെല്ല് ഡ്രസ്സിലും കാര്യത്തിലൊക്കെ പിടിക്കുന്നത്. പിന്നെ അത് പോകാനും നല്ല പാടാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടെ കുക്കറിലിട്ട് ജസ്റ്റ് ഒരു വിസിലടിച്ചാൽ തന്നെ നമുക്ക് കിടിലൻ ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും. നമ്മളപ്പോൾ ഇവിടെ മെയിനായിട്ട് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഒരു ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. ബാക്കി ആവശ്യത്തിനുള്ള ഐറ്റംസൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒരു വിസിലടിച്ചാൽ മതി. ഏകദേശം നമുക്ക് ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ സാധാരണ വെക്കുന്നതിനെക്കാട്ടി നല്ല ടേസ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഏകദേശം ഒരു വിസിലടിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് തുറന്നാൽ മതി. കറക്റ്റായിട്ട് കിട്ടും അരിയൊക്കെ വിട്ടിരിക്കുന്ന രീതിയിൽ. അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം. ബൈ.